ഇനി ഇറങ്ങാൻ പോകുന്നതിലേക്കും വെച്ച് ഏറ്റവും അവൈറ്റഡ് ആയിട്ടുള്ള ഹോളിവുഡ് മൂവീസുകളിൽ ഒന്നായിരിക്കും അവെഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്നുള്ളത്. കുറേ നാളുകളായി മാർവലിൻ്റെ ഭാഗത്ത് നിന്നും നമുക്കൊരു അവെഞ്ചേഴ്സ് മൂവി ലഭിച്ചിട്ട്. ആയതിനാൽ തന്നെ അവെഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമയിൽ എന്തൊക്കെ നടക്കും, അതിന് നടക്കാനുള്ള കാരണം എന്താണ് എന്നതിനെയൊക്കെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. മാർവൽ യൂണിവേഴ്സുകളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാ യൂണിവേഴ്സുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ആങ്കർ മാൻ അല്ലെങ്കിൽ ഒരു ആങ്കർ ബീയിങ് ഉണ്ടെന്ന്. ആ ഒരു ആങ്കർ ബീയിങ് മരണപ്പെട്ടാൽ പതുക്കെ പതുക്കെ ആ ഒരു യൂണിവേഴ്സും ഇല്ലാതാകും. സോ ലെറ്റ്സ് ജസ്റ്റ് സേ അവെഞ്ചേഴ്സിൻ്റെ, അതായത് എർത്ത് 616ൻ്റെ ആങ്കർ ബീയിങ് എന്ന് പറഞ്ഞാൽ അത് ടോണി സ്റ്റാർക്ക്, അതായത് അയൺമാൻ ആയിരുന്നുവെന്ന് നമ്മൾ കണ്ടു. എൻ ഗെയിമിൽ അയൺമാൻ മരണപ്പെടുന്നത്, ഈവൻ ദോ അയൺമാൻ അവിടെ യൂണിവേഴ്സിനെ രക്ഷിക്കുകയാണ് ചെയ്തതെങ്കിലും അതൊരു ടെമ്പററി സേവിങ് മാത്രമായിരുന്നു. യൂണിവേഴ്സിന് മറ്റൊരു കൗണ്ട് ഡൗൺ കൂടി ഇട്ട് കൊടുത്തിട്ടാണ് അയൺമാൻ മരണപ്പെട്ടത്. സോ ഇത്തരത്തിൽ ഈ ഒരു യൂണിവേഴ്സിൻ്റെ നാശം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ഡൂം എന്ന ക്യാരക്ടർ അവതരിക്കുന്നത്. അപ്പോൾ പലരും ചിന്തിക്കും, അപ്പോൾ ഡോക്ടർ ഡൂം സത്യത്തിൽ നല്ലൊരു കാര്യമല്ലേ ചെയ്യണേ, പിന്നെ എന്തിനാണ് ഈ അവെഞ്ചേഴ്സ് ചുമ്മാ ഡോക്ടർ ഡൂമിൻ്റെ മേത്തേക്ക് കയറുന്നതെന്ന്. ഇവിടെ താനോസിൻ്റെ കാര്യത്തിലുള്ള അതേ ലോജിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. താനോസ് സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിനെ രക്ഷിക്കാനാണ് ഹാഫ് ഓഫ് ദ പോപ്പുലേഷനെ ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കിയത്. എന്നാൽ അവെഞ്ചേഴ്സിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഇതൊരു ബിഗ് എൽ തന്നെയാണ്. കാരണം ഹാഫ് ഓഫ് ദ പോപ്പുലേഷനാണ് ഒറ്റയടിക്ക് ഇല്ലാതാകുന്നത്. അവരുടെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള ലോസ് ഒന്നും തന്നെ ഇല്ലാതെ അവർക്ക് കിട്ടേണ്ട ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു വിൻ ലഭിക്കുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ട് അവെഞ്ചേഴ്സ് ഡോക്ടർ ഡൂമിനെ ഒരു വില്ലനായി കാണുന്നു? സത്യം പറഞ്ഞാൽ ഡോക്ടർ ഡൂം ഈ ഒരു ലോകത്തെ രക്ഷിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് എങ്കിൽ പോലും പുള്ളിക്കാരന് ഒരു ഈഗോ ഉണ്ട്. അതായത് ടോണി സ്റ്റാർക്കിനെ പോലെ തന്നെ ഒരു ഈഗോ ഡ്രൈവൺ മൈൻഡാണ് നമ്മുടെ ഡോക്ടർ ഡൂമിനുള്ളത്. ബട്ട് ദിസ് ഇസ് എ ഫാർ ബിഗ്ഗർ ഈഗോ. അതായത് ഈ ലോകത്തെ റൂൾ ചെയ്യാൻ താൻ മാത്രമാണ് അവകാശി എന്നുള്ളൊരു വിചാരം ഈ ഡോക്ടർ ഡൂമിനുണ്ട്. ഈ ഡോക്ടർ ഡൂമിൻ്റെ ഒരു ഗോൾ എന്താണെന്ന് വെച്ചാൽ, ഈ പല പല നശിക്കപ്പെട്ടു പോയിട്ടുള്ള യൂണിവേഴ്സുകൾ അല്ലെങ്കിൽ റിയാലിറ്റീസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ എല്ലാം ഓരോ പീസസ്, അതായത് അവശേഷിക്കുന്ന പീസസ് എല്ലാം എടുത്ത് അതിനെല്ലാം സ്റ്റിച്ച് ചെയ്ത് ഒരു വേൾഡാക്കി മാറ്റിയെടുത്ത് അതിനെ റൂൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞിരുന്നു, പല പല യൂണിവേഴ്സിൻ്റെ പീസുകൾ സ്റ്റിച്ച് ചെയ്ത് ഒരൊറ്റ വേൾഡാക്കുന്നത്, അതിനെയാണ് ബാറ്റിൽ വേൾഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഡോക്ടർ ഡൂമിന് എങ്ങനെയാണ് ഇത്രയും വലിയ പവർ കിട്ടുന്നത്? അതിന് ഡോക്ടർ ഡൂം ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെയും മോളിക്യൂൾ മാൻ്റെയും സഹായം തേടുന്നുണ്ട്. ഈ യൂണിവേഴ്സിന് പുറത്ത് താമസിക്കുന്ന ബിയോണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറെക്കുറെ ഓംനിപ്പൊട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബീയിങ്സ് ഉണ്ട്. അവരെ എല്ലാം കൊന്ന് അവരുടെ പവേഴ്സ് അബ്സോർബ് ചെയ്താണ് ഡോക്ടർ ഡൂമിന് ഇത്രയും അധികം പവേഴ്സ് ലഭിക്കുന്നത്. ഈ പവർ അബ്സോർബ് ചെയ്ത ഡോക്ടർ ഡൂമിനെയാണ് നമ്മൾ ഗോഡ് എംപറർ ഡൂം എന്ന് വിളിക്കുന്നത്. ഗോഡ് എംപറർ ഡൂമിൻ്റെ പവേഴ്സിനെ പറ്റി കുറേ നാളുകൾ മുമ്പ്, അതായത് വർഷങ്ങൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. സോ ഇത്തരത്തിൽ പല പല റിയാലിറ്റീസിൻ്റെ പീസസ് സ്റ്റിച്ച് ചെയ്ത് ഒരൊറ്റ വേൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ബില്യൺസ് ഓഫ് ആളുകളുടെ നാശം അവിടെ സംഭവിക്കും. സോ അവെഞ്ചേഴ്സ് ഇതിനെ സമ്മതിക്കുമോ? ഇല്ല. സോ ഇങ്ങനെയാണ് ഡോക്ടർ ഡൂം ഒരു വില്ലനായി മാറുന്നത്. മോളിക്യൂൾ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ MCUലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ എന്നറിയില്ല. സോ MCUയുടെ രീതിയിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ഡോക്ടർ ഡൂം സ്കാർലറ്റ് വിച്ചിൻ്റെ പവേഴ്സ് യൂസ് ചെയ്യുന്നതായി കാണിച്ചേക്കാം. ഡോക്ടർ സ്ട്രേഞ്ച് 2-ൽ അവസാനം സ്കാർലറ്റ് വിച്ച് മരണപ്പെടുന്നത് പോലെ കാണിക്കുന്നുണ്ട്, എന്നാലും മരണപ്പെട്ടോ എന്ന് കൺഫേം ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ ഡോക്ടർ ഡൂം മേ ബി എറ്റേണിറ്റി പോലുള്ള ഏതെങ്കിലും ഒരു കോസ്മിക് ബീയിങ്ങിൻ്റെ ഒരു പവർ ഉപയോഗിച്ചെന്നും വന്നേക്കാം. മറ്റൊരു സ്ട്രോങ് റൂമർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡൂംസ്ഡേ എന്നുള്ള ഈ ഒരു സിനിമ ഒരു 6 ഡേ സ്ട്രക്ചറിൽ പോകുന്ന ഒരു മൂവി ആയിരിക്കും എന്നാണ്. അതായത് 6 ദിവസങ്ങളിലായി നടക്കുന്ന ഒരു കഥയായിട്ട് കാണിക്കും എന്നാണ്. ഈ 6 ദിവസങ്ങളിലായി ഡോക്ടർ ഡൂം പല യൂണിവേഴ്സുകളുടെ പീസസിനായും ടെൻ റിങ്സ്, കമലാഖാൻ്റെ ബാംഗിൾസ് പോലുള്ള സാധനങ്ങൾ തപ്പിപ്പോകുന്നതായിട്ടായിരിക്കും നമ്മളെ കാണിക്കുന്നത്. ഡോക്ടർ സ്ട്രേഞ്ച് ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന മൂവിയിൽ ഇല്ലുമിനാറ്റി എന്നുള്ള ഒരു സംഘടനയെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ഇല്ലുമിനാറ്റിയുടെ തന്നെ ഒരു ഈവിൾ വേർഷനെയും ചിലപ്പോൾ നമ്മൾ ഈ ഒരു സിനിമയിൽ കണ്ടെന്ന് വന്നേക്കാം. ആൻഡ് അതിൽ നമോർ എന്ന ആ ഒരു ക്യാരക്ടറും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവെഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ ടോണി സ്റ്റാർക്കിൻ്റെ ഡ്രീമായിട്ടുള്ള അയൺ ലീജൻ, അതായത് ലോകം മുഴുവൻ ഒരു സ്യൂട്ട് ഓഫ് ആർമർ, അത് ഡോക്ടർ ഡൂം ഈ ഒരു മൂവിയിൽ സക്സസ്ഫുൾ ആയ രീതിയിൽ ആക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഡൂം ബോട്ട്സിനെ പറ്റിയാണ്. റോബർട്ട് ഡൗണി ജൂനിയറിനെ ഡോക്ടർ ഡൂമായി അനൗൺസ് ചെയ്ത ആ സമയം മുതൽ എങ്ങനെ റോബർട്ട് ഡൗണി ജൂനിയർ, അതായത് ടോണി സ്റ്റാർക്ക് എങ്ങനെ ഡോക്ടർ ഡൂമായി മാറും എന്നതിനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ റൂസോ ബ്രദേഴ്സ് റോബർട്ട് ഡൗണി ജൂനിയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ വിക്ടർ വോൺ ഡൂം എന്ന പേരിലാണ്. സോ ഏറ്റവും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, വേറൊരു യൂണിവേഴ്സിൽ ടോണി സ്റ്റാർക്കിനെ പോലെ തന്നെ മുഖമുള്ള വിക്ടർ വോൺ ഡൂം എന്നൊരു ക്യാരക്ടർ, അതാണ്. പക്ഷെ ഇത് മാർവലാണ്. ഇത്രയും ആളുകൾ ഒറ്റ നോക്കുന്ന ഈ ഒരു റിവീലിന് ഇങ്ങനത്തെ ഒരു ലേസി എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ
ഇങ്ങനത്തെ ഒരു ആൻസർ കൊണ്ട് അവരതിനെ കവറപ്പ് ചെയ്യും എന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, മാർവൽ കോമിക്സിൽ തന്നെ പലതവണ അയൺമാൻ ഡോക്ടർ ഡൂം ആവുന്ന, അല്ലെങ്കിൽ ടോണി സ്റ്റാർക്ക് ഡോക്ടർ ഡൂമായി മാറുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഈ ഒരു മൂവി സത്യത്തിൽ ഡോക്ടർ ഡൂം ബാറ്റിൽ ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഗോഡ് എംപറർ ഡൂമായി റൂൾ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടായിരിക്കും എൻഡ് ചെയ്യുന്നത്. കാരണം അങ്ങനെ കാണിച്ചാലാണ് സീക്രട്ട് വാഴ്സിന് ഡൂംസ്ഡേയുടെ ഒരു ഫോളോ അപ്പ് മൂവി ആവാൻ സാധിക്കുകയും ജസ്റ്റ് ലൈക്ക് എൻ ഗെയിം അവഞ്ചേഴ്സിൻ്റെ ഒരു കിടിലൻ കംബാക്ക് മൂവി സീക്രട്ട് വാഴ്സിന് ആവാൻ സാധിക്കുകയും ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.